നമസ്കാരം എല്ലാവർക്കും CJ farms&Agritech പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കൂടുകൾ ഉണ്ടാക്കാൻ, അതായത് നമ്മളെ കിളികളുടെ കൂട്, കോഴിക്കൂട്, മുയൽക്കൂട്, അങ്ങനെ ഏത് തരം കൂടുകൾ മെഷ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏതുതരം കൂടുകളും ഉണ്ടാക്കാനായിട്ട് വളരെ അനായാസം ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് ടൈപ്പ് പ്ലെയറുകളാണ്. ഇതിൻ്റെ പേര് ഹോഗ് റിംഗ് പ്ലെയർ എന്നാണ്, ഇതിൻ്റെ പേര് സ്കാറ്റേർഡ് എംനെയിൽ പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ രണ്ട് പ്ലെയറുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ നമ്മൾ കൂടുകൾ ഈ പറഞ്ഞ പോലെ കിളികളെ കൂടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധാരണ ഒന്നില്ലെങ്കിൽ ഈ ബൈൻഡിങ് വയർ വെച്ച് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെൽഡിങ്ങുകാരനെ വിളിച്ച് വെൽഡ് ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചിലവും കൂടുതലാണ്, ടൈം ഒത്തിരി വേണം. അപ്പോൾ ഈ ഒരു സംഭവങ്ങളാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കടകടാന്ന് പറഞ്ഞ സാധനങ്ങൾ അടിച്ച് കൂടുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രണ്ട് പ്ലെയർ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ എം ക്ലിപ്പ്, അതായത് എംനെയിൽ പ്ലെയർ, ഹോഗ് റിംഗ് പ്ലെയർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള രണ്ടിനും ഉപയോഗിക്കുന്ന പിന്ന് ഏകദേശം സെയിമാണ്. ഇതുപോലത്തെ പിന്നുകളാണ് ഇതിനകത്ത് രണ്ടിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നുകൾ ഇതേപോലത്തെ ഓരോ നമ്മളെ പേപ്പറൊക്കെ അടിക്കുന്ന സ്റ്റാപ്ലെയറിൽ പിൻ ചെയ്യുന്ന പോലെ ഓരോ വലിയ കട്ടേൻ്റെ പിന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് അടിച്ചടിച്ച് പോയാൽ മതി. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ഓരോ പിന്ന് മാത്രമായിട്ട് ലോഡ് ചെയ്തിട്ട് കൂട് നിർമ്മിക്കേണ്ടി വരും. അടിച്ചടിച്ച് പിന്നെ അടുത്ത പിന്നിട്ട് അടിക്കണം. പക്ഷേ ഇതിൻ്റെ രണ്ടിനും നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ചെറിയ ഇപ്പം മെഷാണെങ്കിൽ അരക്കരേനെ ചെറിയ മെഷൊക്കെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അടിക്കാനായിട്ട് ഇത് പാടാണ്. പക്ഷേ ഇത് നമുക്ക് ഏതൊരു മൂലയിലും കൊണ്ടുപോയിട്ട് ഈ ഒരു പ്ലെയർ വെച്ചിട്ട് നമുക്ക് കൂട് പിന്നെ ചെയ്യാനും ഇതായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലിപ്പ് അടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരു ഇതാണെങ്കിൽ. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ മെഷീൻ്റെ ഉള്ളിലൊക്കെ ഇത് പിൻ ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് പിന്നും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെറിയൊരു മെഷാണ്. ഇത് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 8 kg മുതൽ 14 kg ഒക്കെ മെഷീനകത്താണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എംനെയിലാണെങ്കിൽ ഇതുപോലെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടിക്കേണ്ട മെഷീൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ല, ഇതവിടെ പിടിച്ചു തന്നു കണ്ടോ. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് സാധനം ലോഡ് ചെയ്യാനും പെട്ടെന്ന് കൂടുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹോഗ് റിംഗ് പ്ലെയറിൻ്റെ ഒരു ഉപയോഗം ഇങ്ങനെയാണ്. പക്ഷേ മറ്റേ ഞാൻ പറഞ്ഞ സ്കാറ്റേർഡ് എംനെയിൽ സി പ്ലെയർ എന്നൊക്കെ പറഞ്ഞ സാധനത്തിനാണെങ്കിൽ നമുക്ക് ഓരോന്നും ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട പിന്നുണ്ടല്ലോ അതിങ്ങനെ പിടിക്കുക, ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പിന്ന് കണ്ടോ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതവിടെ വളഞ്ഞിങ്ങനെ പിടിച്ചോളും കണ്ടോ, ഇതേപോലെ വളഞ്ഞ് പിടിച്ചോളും. ഇതിപ്പോൾ കുറച്ച് ലൂസാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ മെഷ് തീരെ കട്ടി കുറഞ്ഞ മെഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൂടി കട്ടി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു 8 kg അല്ലെങ്കിൽ 14 kg ഒക്കെ ഉള്ളിലുള്ള ഇതായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ നിർമ്മിക്കാനൊക്കെ. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കട്ടിയായിട്ട് അവിടെ നിന്നോളും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എടുത്തിരിക്കുന്ന ഒരു മെഷ് വളരെ കട്ടി കുറവാണ്. ഇത്തരത്തിലാണ് ഈ ഒരു പ്ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ ഒരു പ്ലെയർ ഉപയോഗിക്കുന്നത് ഈ മെഷ് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഫെൻസിങ്ങിൻ്റെ വർക്കുകൾക്ക്, അതായത് ഈ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ വർക്കുകൾക്കൊക്കെ ഈ ഒരു പ്ലെയർ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലെയറിനുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു സാധനം ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോഴത്തെ ഒരു ഡേറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറി മറിഞ്ഞ് വരും. അപ്പോൾ മുമ്പൊക്കെ ഭയങ്കര വിലയും കൂടുതലൊക്കെ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് വില കുറവാണ്. ഇപ്പോൾ ഈ ഒരു പ്ലെയറും ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് പിന്നും, അതായത് 600 പിന്നാണ് ഈ ഒരു ബോക്സ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ 600 പിന്നും ഈ ഒരു ഹോഗ് റിംഗ് പ്ലെയറും കൂടി നമുക്ക് വരുന്നത് 880 രൂപയാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ഡേറ്റിലെ വില വരുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ട്, ഡെലിവറി ചാർജ് എല്ലാം ഉണ്ട്, എല്ലാം കൂടി ചേർത്താണ് 850 രൂപ വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനത്തെ സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കാറ്റേർഡ് എംനെയിൽ പ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ, സി പ്ലെയർ എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് ഈ ഒരു പ്ലെയറും പിന്നെ ഒരു ബോക്സ് പിന്നും കൂടി നമുക്ക് വരുന്നത് 750 രൂപയാണ്. അതും ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജും കൂടി ആണ് സാധനം വരുന്നത്. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഹോം ഡെലിവറി ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ എവിടെയും പോയി മേടിക്കുന്നു വേണ്ട, ഹോം ഡെലിവറി ആയിട്ട് തന്നെ സാധനം എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴാണ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് സാധനം ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ഉണ്ട് cjfarms.online എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ ഈ ഫാമിങ്ങിൻ്റെ ആക്സറീസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഉപകാരമുള്ള പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.